നമസ്കാരം സജീവൻ സാറേ. നമസ്കാരം ഡെന്നിസേ. സാറേ, നമുക്കിനിയിപ്പോൾ വേരുപടലം ശക്തമാക്കുന്നതിനെ പറ്റി കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ ആ വേരുപടലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാം കൊടുക്കാം, സ്യൂഡോമോണസ് കൊടുക്കാം, ട്രൈക്കോഡർമ കൊടുക്കാം. അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരുപാട് ചിലവാകും. പക്ഷേ നമുക്ക് ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 10-12 തന്നെ സൂക്ഷ്മജീവികളുണ്ട്. എല്ലാം കൂടി ഒരു കോംബോ ആയിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ കർഷകർക്ക് ലാഭം. അപ്പോൾ അങ്ങനെ ഉള്ള ആ ഒരു പ്രൊഡക്റ്റുകളുടെ ഗുണം അല്ലെങ്കിൽ ആ സൂക്ഷ്മജീവികളുടെ ഒരു കൂട്ടം നമ്മുടെ ചെടികൾക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ്, കർഷകന് എന്തൊക്കെ ബെനിഫിറ്റാണ് നൽകി കൊടുക്കുക. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഓരോ ആവശ്യത്തിന് പലതായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി പോലൊരു സ്ഥലത്ത് ഏലത്തിൽ നമുക്ക് ചിലവ് കൂടുതലാണ്. ചിലവ് കൂടുമ്പോൾ ഇപ്പം തന്നെ ശരിക്കും താങ്ങാൻ പറ്റത്തില്ല. വളത്തിൻ്റെയൊക്കെ വില ഡബിളായി, പണിക്കൂലിയൊക്കെ കൂടുതലായി. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് മഴയും കുറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ pH എല്ലാം റെഡിയാക്കി മണ്ണൊക്കെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തോട്ടത്തിലോട്ട് എപ്പോഴും പണിയെ സെക്യൂരിറ്റി ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അത് ഒരു ഗ്രൂപ്പായിട്ടുള്ള സാധനം നമ്മൾ ഉപയോഗിച്ച ട്രൈക്കോഡർമയുണ്ട്, സുഡോമോണാസ് ഉണ്ട്, ബാസിലസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ മണ്ണിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ച് ചെയ്യാവുന്ന സാധനങ്ങളുണ്ട്. കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇത് കിറ്റ് രൂപത്തിൽ ഒരുമിച്ചൊരു പെട്ടിയായിട്ടോ അല്ലൊരു പാക്കറ്റായിട്ടോ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശരിക്കും വേണ്ടത് നിശ്ചിത അളവിൽ, അതായത് ഒരു ഡ്രമ്മ് മുതൽ 10-20 ഡ്രമ്മ് വരെ ഉപയോഗിക്കാവുന്ന സാധനങ്ങളുണ്ട്. നേരിട്ട് നമുക്ക് ഉപയോഗിക്കാം. വേണമെങ്കിൽ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശർക്കരയൊക്കെ ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുണ്ട്. ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, കുമിൾനാശിനി ചെയ്തിട്ട് 1 മാസം അല്ലെങ്കിൽ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് 1 മാസമൊക്കെ കഴിഞ്ഞിട്ടേ കുമിൾനാശിനി ഉപയോഗിക്കാവുള്ളൂ. വ്യാപകമായിട്ട് കുമിൾനാശിനി ചെയ്യേണ്ടി വരുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇത് ഉപയോഗിക്കരുത്. അത് നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ നല്ലതായിരിക്കും. അത് കിറ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പം ട്രൈക്കോഡർമ, സുഡോമോണാസ്, ബാസിലസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അങ്ങനെ ആ കൂട്ടത്തിൽ നമ്മുടെ സീവീഡും അങ്ങനെ കാര്യങ്ങളും വരുന്നുണ്ട്. ഈ പറഞ്ഞ ബയോ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ശർക്കരയ്ക്കൊപ്പം മിക്സ് ചെയ്ത് 1-2 ദിവസമൊക്കെ ഇടുവാണെങ്കിൽ ഒരു 3 ദിവസം ഒരാഴ്ചയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പക്ഷേ കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്നവർ ശർക്കരയായിട്ടൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് സേഫായിട്ട് നിൽക്കണം. അതായത് കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒഴിവാക്കി ചെയ്യുക. ഈ ശർക്കരയ്ക്കകത്ത് നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക, വിവാദമായി നിൽക്കുന്നൊരു പലരും തോട്ടം പോകും, അങ്ങനെ പല ഒരു കോൺട്രവേഴ്സികൾ നിലവിൽ നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ഈ ശർക്കര ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യമുണ്ട്, ഈ ലാബിൽ ഈ ബയോ പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുന്ന ലാബ് അത്ര സേഫായിട്ട് അത്ര സെക്യൂരിറ്റി പ്രിക്കോഷൻസ് ഒക്കെ വേണ്ടതാണ്. നമ്മൾ തോട്ടത്തിൽ വരുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് റെഡി ടു യൂസ് ആയിട്ട് നമുക്ക് വരുന്നത്. നമ്മൾ റെഡി ടു യൂസ് കുഴപ്പമുണ്ടായിട്ടല്ല, പിന്നെ ചെയ്യാൻ പറ്റുന്ന തലേദിവസം ഒന്ന് ശർക്കരയ്ക്കകത്ത് കലക്കിയിടുവാണെങ്കിൽ കഴിവതും 100% കഴിവതും കണ്ടാമിനേഷൻ, അതായത് ദോഷം ഉണ്ടാക്കുന്ന മറ്റ് സാധനങ്ങൾ കലരാതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് സേഫായിട്ട് അടച്ചു കെട്ടി സൂക്ഷിക്കുക. ഓക്കെ സാറേ.